പ്രിയമുള്ളവരെ, പേയാട് കേന്ദ്രമാക്കി കണ്ണശ കവികളുടെ നാമധേയത്തിൽ 1990 മെയ് മാസം പ്രവർത്തനമാരംഭിച്ച കണ്ണശ മിഷൻ ഹൈസ്കൂൾ സേവനത്തിൻ്റെ 36 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും അത്യധ്വാനവും രക്ഷിതാക്കളുടെ നിർലോഭമായ സഹകരണവും പ്രാർത്ഥനയും കൊണ്ട് പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിൽ 2025-26 അധ്യയന വർഷത്തിൽ 1586 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 83 അധ്യാപകരും ജീവനക്കാരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. ഫീസ് പ്രതിമാസം LP 1400, UP 1500, HS 1600, SSLC 1800 എന്ന ലഘുവായ ഫീസ് സ്വീകരിക്കുന്നതിലൂടെ സാധാരണക്കാരുടെ മക്കൾക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്ന ഈ സ്കൂളിൽ ഫീസ് അടയ്ക്കുവാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത 25 കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്നു. പ്രവേശനോത്സവം 2025 ജൂൺ 2 പ്രവേശനോത്സവത്തോടെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾ ആരംഭിച്ചു. കണ്ണശയുടെ തിരുമുറ്റത്ത് അക്ഷരമധുരം നുണയാൻ 300ഓളം പുതിയ കുട്ടികളെത്തി. പുതുതായി പ്രവേശനം നേടിയ എല്ലാവർക്കും മാനേജരും ഹെഡ്മിസ്ട്രസും ആശംസകൾ നേർന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. KG വിഭാഗം ക്ലാസുകൾ ജൂൺ 5 ആരംഭിച്ചു. പരിസ്ഥിതി ദിനം, പറവകൾക്ക് ഒരു പൂന്തോട്ടം. ലോക പരിസ്ഥിതി ദിനത്തിൽ കണ്ണശ മിഷൻ ഹൈസ്കൂൾ വേറിട്ട പരിപാടികളുമായി മാതൃകയായി. മാനേജർ, ഹെഡ്മിസ്ട്രസ്, പരിസ്ഥിതി ക്ലബിലെ കുട്ടികൾ, അധ്യാപകർ എന്നിവർ ചേർന്ന് സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിച്ച് അതിൻ്റെ പ്രദർശനവും നടത്തുകയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ കുട്ടികൾക്കൊപ്പം കൂടി ഔദ്യോഗികമായി നടീൽ കർമ്മത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പറവകൾക്ക് ഒരു പഴത്തോട്ടം എന്ന് പേര് നൽകിയ ഈ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജനകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജുദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PR അജയഘോഷ്, പരിസ്ഥിതി ക്ലബ് കൺവീനർ ടീന ബി, അധ്യാപകരായ അനുപാർവതി, അശ്വതി വേണുഗോപാൽ, ചിത്രലേഖ, ആഗ്നേയ് എന്നിവർ പങ്കാളികളായി. ഫലവൃക്ഷത്തൈ വിതരണം. പരിസ്ഥിതി ദിന വാരാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നടന്ന പരിപാടിയിൽ വൃക്ഷത്തൈ നടാൻ സ്ഥലവും താൽപ്പര്യമുള്ള കുട്ടികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബഡ് ചെയ്ത 100 ഹൈബ്രിഡ് വരിക്കപ്ലാവ് മാവ് തൈകളും ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ വിതരണം ചെയ്തു. അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു. വായന ദിനം. വായന ദിനത്തിൽ സ്കൂൾ വേറിട്ട പരിപാടിയിലൂടെ പുസ്തക ശേഖരണം നടത്തി. കണ്ണശയിലെ തേന്മാവിൽ ഒരുക്കിയ പുസ്തകത്തൊട്ടിൽ നിറയ്ക്കാൻ പുസ്തകങ്ങളുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടിലെ എഴുത്തുകാരും അക്ഷരസ്നേഹികളും വന്നു ചേർന്നു. കണ്ണശയിൽ 5000-ലധികം പുസ്തകങ്ങളുള്ള പൊതുഗ്രന്ഥശാലയുണ്ട്. ഇതിനു പുറമെ ഓരോ ക്ലാസ് മുറികളിലും പുസ്തകക്കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടികളിൽ വായനശീലം വളർത്താൻ സ്കൂൾ 2018 സ്ഥാപിച്ചതാണ് ഒരു പഠനമുറിക്ക് ഒരു ഗ്രന്ഥശാല എന്ന ഈ പദ്ധതി. വിദ്യാർത്ഥികൾ വിശേഷ ദിവസങ്ങളിൽ സമ്മാനിക്കുന്ന പുസ്തകങ്ങളും എല്ലാ വർഷവും പുസ്തകത്തൊട്ടിലിലൂടെ ലഭിക്കുന്ന പുസ്തകങ്ങളുമാണ് ക്ലാസ് മുറികളിലെ പുസ്തകക്കൂടുകൾ നിറയ്ക്കുന്നത്. ഈ വർഷം ഒറ്റ ദിവസം കൊണ്ട് തൊട്ടിലിലൂടെ സമാഹരിക്കപ്പെട്ടത് 500ഓളം പുസ്തകങ്ങൾ. കഥകൾ, നോവലുകൾ, കവിതകൾ, ചരിത്ര ലേഖനങ്ങൾ എന്നിവയൊക്കെ നിക്ഷേപിച്ച് നാട്ടുകാരും പുസ്തകത്തൊട്ടിൽ നിറയ്ക്കാൻ എത്തിയിരുന്നു. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റായ ശ്രീ ജലജകുമാർ തൊട്ടിലിൽ പുസ്തകം നിക്ഷേപിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിൽ സെക്രട്ടറി ശ്രീ മധുസൂദനൻ, മെമ്പർ ശ്രീ സാം ജോസഫ്, എക്സ് മെമ്പർ ശ്രീ KT ചാക്കോ, മനോരമ പബ്ലിക്കേഷൻസ് ഹെഡ് ശ്രീ അനീഷ് എന്നിവരോടൊപ്പം സ്കൂൾ മാനേജർ ശ്രീ ആനന്ദ് കണ്ണശ, ഹെഡ് മിസ്ട്രസ്, സ്കൂൾ മലയാളം സാഹിത്യ സമാജം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. യോഗ ദിനാചരണം. തിരക്കേറിയ ജീവിത രീതികൾക്കിടയിൽ യോഗയ്ക്കായി കുറച്ച് നിമിഷങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. യോഗ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനായി ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സ്കൂൾ NCCയുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും യോഗ പരിശീലന ക്ലാസും സ്കൂൾ സംഘടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് യോഗയുടെ ആരോഗ്യ പ്രാധാന്യം വിശദീകരിച്ചു. കൂടാതെ NCC കേഡറ്റുകൾ സ്കൂളിൻ്റെ സമീപ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനവും സംഘടിപ്പിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനം.
ഉണർവ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജൂലൈ 11 വെള്ളിയാഴ്ച നടന്നു. കാട്ടാക്കട സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ബാദുഷ ക്ലാസ് എടുത്തു. ലഹരി ഉപയോഗം സൃഷ്ടിക്കുന്ന ആഘാതം വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും മറിച്ച് അതൊരു സാമൂഹിക വിപത്താണെന്നും അദ്ദേഹം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പാട്ടും കഥകളും ഉൾക്കൊള്ളിച്ച ക്ലാസ് ഏറെ ആകർഷകമായിരുന്നു. ബഷീർ അനുസ്മരണം. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് ബേപ്പൂർ സുൽത്താന്റെ ഛായാചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ഓർമ്മ പുതുക്കി സാഹിത്യകാരും വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂളിലെ ഭാഷാ സമാജം ബഷീർ അനുസ്മരണവും കഥാരചന ശില്പശാലയും സംഘടിപ്പിച്ചു. സ്കൂൾ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ കഥകളുടെ സുൽത്താന്റെ വലിയ ഛായാചിത്രവും ചാരുകസേരയും ഗ്രാമഫോണും. ബഷീറിന്റെ ചിത്രത്തിൽ കുട്ടികളും അതിഥികളും പ്രാർത്ഥനയോടെ പുഷ്പങ്ങൾ അർപ്പിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ അധ്യക്ഷനായി. ബാലസാഹിത്യകാരൻ ശ്രീ MS ബിനോയ് മുഖ്യ അതിഥിയായി എത്തിയ യോഗത്തിൽ മാതൃഭൂമി റിപ്പോർട്ടർ ശ്രീമതി സോന സംസാരിച്ചു. ഹെഡ് മിസ്ട്രസും അധ്യാപികമാരും വിവിധ ഭാഷാ സമാജം കൺവീനർമാരും സംസാരിച്ചു. എങ്ങനെ കഥ എഴുതാം എന്ന വിഷയത്തിൽ ശ്രീ MS ബിനോയുടെ നേതൃത്വത്തിൽ ചെറുകഥാരചന ശില്പശാല നടത്തി. ഓണത്തിന് ഒരു വെട്ടി പൂവും ഒരു മുറം പച്ചക്കറിയും കണ്ണശ കുട്ടികൾ വക. ഓണക്കാലത്തേക്കുള്ള പൂവും പച്ചക്കറിയും വിളവെടുക്കാനായി തിരുവനന്തപുരം പേയാട് കണ്ണശ മിഷൻ ഹൈസ്കൂളിലെ കുട്ടി കർഷകർ കൃഷി ആരംഭിച്ചു. സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ ഒരേക്കർ സ്ഥലത്താണ് കൃഷി. സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ PMKSY പ്രോജക്ടിന്റെ സഹകരണവും കുട്ടി കർഷകർക്കുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഡേ. മയക്കുമരുന്ന്, ലഹരി, സോഷ്യൽ മീഡിയ ദുരുപയോഗ വിപത്തുകളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന പടയോട്ടത്തിൽ പങ്കാളികളാകാൻ സന്നദ്ധ സംഘടനകളും പ്രതിജ്ഞാബദ്ധമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. നമ്മുടെ സ്കൂളിൽ നടന്ന ലയൺസ് ക്ലബ് 318A ഡിസ്ട്രിക്ട് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സൈബർ സുരക്ഷ, മാലിന്യ സംസ്കരണവും പരിസ്ഥിതി പുനഃസ്ഥാപനവും, സ്വയം പ്രതിരോധം, ഭക്ഷണക്രമവും പോഷകാഹാരങ്ങളും തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ചടങ്ങിൽ ലയൺസ് വുമൺ ചന്ദ്ര അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് IPS ഓഫീസർ ഗോപിനാഥ് സൈബർ സുരക്ഷയെ പറ്റിയുള്ള ക്ലാസ് നയിച്ചു. ഡോക്ടർ അനിത മോഹൻ ഡയറ്റ് ന്യൂട്രീഷനെ പറ്റിയുള്ള ക്ലാസ് എടുത്തു. നാടകക്കളരി. പ്രസിദ്ധ നാടക സംവിധായകൻ ശ്രീ രാജേന്ദ്രൻ എൽഷദായ്, PTA മുൻ പ്രസിഡന്റ് ശ്രീകാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരു നാടകക്കളരി സംഘടിപ്പിക്കുകയുണ്ടായി. വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ നാടക അഭിനയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ശരീരഭാവം, ശബ്ദ നിയന്ത്രണം, വേദിചലനം എന്നിവയിൽ കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി. സ്ക്രീനിങ്ങിലൂടെ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് തുടർ പരിശീലനത്തിന് അവസരം നൽകി. കുട്ടികളുടെ ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവുകളും വർദ്ധിപ്പിക്കാൻ ഈ നാടകക്കളരി സഹായകമായി. അതിലൂടെ നമ്മുടെ കുട്ടികൾ സബ് ജില്ലാ, ജില്ലാ മത്സരങ്ങളിൽ നാടകത്തിന് സമ്മാനാർഹരായി. കായിക മത്സരങ്ങൾ. ഈ അധ്യയന വർഷത്തെ സ്കൂൾ കായിക മത്സരങ്ങൾ ജൂലൈ 29 ആരംഭിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ ഇതിൽ പങ്കുചേർന്നു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾ ഉപജില്ലാ, ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്തു. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ജില്ലാതലത്തിൽ വിജയം നേടി സംസ്ഥാന തലത്തിൽ പങ്കെടുത്തു. കലാമത്സരങ്ങൾ. ഈ അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം ഓഗസ്റ്റ് 6 മുതൽ 9 വരെ നടത്തുകയുണ്ടായി. കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ മികവാർന്നതായിരുന്നു സ്കൂൾ കലോത്സവം. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായ വിദ്യാർത്ഥികൾ ഉപജില്ലാ, ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികൾ വിവിധ മത്സരത്തിൽ ജില്ലാതലത്തിൽ വിജയം നേടി സംസ്ഥാന തലത്തിൽ പങ്കെടുത്തു. PTA 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ PTA ജനറൽ ബോഡി താൽപര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നും എക്സിക്യൂട്ടീവിലേക്ക് സംഘടിപ്പിക്കുകയും പ്രസിഡന്റായി ശ്രീ അനൂപ് VS, വൈസ് പ്രസിഡന്റായി ശ്രീ അരുൺകുമാർ, മദർ PTA ശ്രീമതി അശ്വതി MP എന്നിവരെ തിരഞ്ഞെടുത്തു. സ്വാതന്ത്ര്യ ദിനാഘോഷം. ഭാരതത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം സ്കൂൾ സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ചടങ്ങിൽ NCC, ജൂനിയർ, റെഡ് ക്രോസ് കേഡറ്റുകളുടെ പരേഡും സല്യൂട്ട് സ്വീകരിക്കലും നടന്നു. സ്കൂൾ മാനേജറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഹെഡ് മിസ്ട്രസും സ്വാഗതം ആശംസിച്ചു.
പ്രമുഖ സാഹിത്യകാരൻ ശ്രീ മലയങ്കിഴി രാധാകൃഷ്ണൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികളുടെ വിവിധ സാംസ്കാരിക പരിപാടികൾ യോഗത്തെ കൂടുതൽ ഭംഗിയാക്കി. തുടർന്ന് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. വൃക്ക രോഗികൾക്ക് ഒരു കൈത്താങ്ങ്. മലയങ്കീഴ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്ന നിർധന വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കെമിക്കൽ വാങ്ങുന്നതിനായി നമ്മുടെ കുട്ടികൾ നന്മ പദ്ധതിയിലൂടെ നിത്യേന 1 രൂപ വീതം സമാഹരിച്ച തുകയിൽ നിന്നും 2 ലക്ഷം രൂപ ആശുപത്രി അധികൃതർക്ക് നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് IB സതീഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ മലയങ്കീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഞ്ജലി NUവിന് ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ കുട്ടികൾ തുക കൈമാറി. ഓണാഘോഷം. പൊന്നോണം കൊണ്ടാടുന്ന പൊന്നിൻ ചിങ്ങം എന്നും മലയാളിയുടെ പ്രിയ മാസമാണ്. പൊന്നോണ മാസം എന്നതിലുപരി ചിങ്ങം ഇപ്പോൾ മലയാള ഭാഷാ മാസം കൂടിയാണ്. ഈ അധ്യയന വർഷത്തെ കണ്ണശ്ശയിലെ ഓണാഘോഷം ഓണപ്പാട്ടും ഓണക്കളികളുമായി അധ്യാപകരും വിദ്യാർത്ഥികളും PTA-യും ചേർന്ന് ഗംഭീരമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്കായി അത്തപ്പൂക്കള മത്സരം സംഘടിപ്പിച്ചു. മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പൂർവ്വ അധ്യാപകരും PTA അംഗങ്ങളും മറ്റു ജീവനക്കാരും ചേർന്ന് ഓണസദ്യയും ഗംഗേമമാക്കി. കുട്ടികൾക്ക് അത്തപ്പൂക്കളം ഇടാൻ വേണ്ട പൂവ് സ്കൂൾ നൽകി. സ്കൂൾ ശാസ്ത്രമേള. ഈ അധ്യയന വർഷത്തെ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ഗണിതശാസ്ത്രമേളയോടെ തുടക്കം കുറിച്ചു. IT, സോഷ്യൽ സയൻസ്, ശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ കുട്ടികളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് മേള മികവാർന്നതായിരുന്നു. LP, UP, ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ നൂതനവും ക്രിയാത്മകവുമായ സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, വ്യത്യസ്തത നിറഞ്ഞ നിർമ്മിതികൾ എന്നിവ കൊണ്ട് ഏറെ പുതുമ നിറഞ്ഞതായിരുന്നു ഈ വർഷത്തെ ശാസ്ത്രമേള. സ്കൂൾ ശാസ്ത്രമേളയിൽ വിവിധ ഇനങ്ങളിൽ മത്സരിച്ച് വിജയിച്ച കുട്ടികൾ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് മികവാർന്ന വിജയം കൈവരിച്ചു. ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ HS വിഭാഗത്തിൽ ഓവറോൾ 1-ാം സ്ഥാനവും ഗണിതശാസ്ത്രമേളയിൽ HS വിഭാഗം ഓവറോൾ 3-ാം സ്ഥാനവും LP വിഭാഗം ഓവറോൾ 1-ാം സ്ഥാനവും സാമൂഹ്യ ശാസ്ത്രമേളയിൽ UP വിഭാഗം ഓവറോൾ 1-ാം സ്ഥാനവും നമ്മുടെ സ്കൂളിന് നേടാൻ കഴിഞ്ഞു. വിജയം കൈവരിക്കാൻ പരിശ്രമിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഗാന്ധി ജയന്തി. ഈ വർഷത്തെ ഗാന്ധി ജയന്തി സ്കൂൾ സമുചിതമായി ആഘോഷിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് KG വിഭാഗം കുട്ടികൾ ഗാന്ധിജിയുടെയും മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വേഷമണിഞ്ഞാണ് സ്കൂളിലെത്തിയത്. കൂടാതെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. LP വിഭാഗം കുട്ടികൾക്കായി ഗാന്ധിജി എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരവും UP വിഭാഗത്തിലെ കുട്ടികൾക്ക് എൻ്റെ ഗാന്ധിജി എന്ന വിഷയത്തിൽ കഥാരചനാ മത്സരവും HS വിഭാഗം കുട്ടികൾക്ക് എന്നെ സ്വാധീനിച്ച ഗാന്ധിജി എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. കൂടാതെ 3 മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗാന്ധി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സന്ദേശങ്ങൾ കുട്ടികൾ മറ്റുള്ളവർക്കായി പങ്കുവച്ചു. വിജയദശമി. അജ്ഞതയുടെ ഇരുൾ നീക്കി അറിവിന്റെ പ്രകാശം ചൊരിയുന്ന വിജയദശമി ദിനത്തിൽ സ്കൂളിൽ പുസ്തക പൂജ നടത്തി. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുവാൻ സ്കൂളിലെത്തിയ കുരുന്നുകളെ ഡോക്ടർ ശ്രീരേഖ MP ആദ്യാക്ഷരം കുറിപ്പിച്ചു. തുടർന്ന് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി പ്രത്യേക പ്രാർത്ഥനയും അക്ഷരപൂജയും നടന്നു. സ്കൂൾ ഗാനമേള ട്രൂപ്പായ വോയിസ് ഓഫ് കണ്ണശ്ശയിൽ കൂടുതൽ കുട്ടികളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതിനായി ഒരു ഓഡിഷനും അന്നേ ദിവസം നടന്നു. മെമ്മറി ക്രാഫ്റ്റ് ആൻഡ് മാജിക് ഷോ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും പഠനം കൂടുതൽ എളുപ്പവും വേഗവും ഫലപ്രദവുമാക്കുന്നതും ലക്ഷ്യമിട്ട് മെമ്മറി ക്രാഫ്റ്റ് ആൻഡ് മാജിക് ഷോ എന്ന സൃഷ്ടിപരമായ പരിശീലന സെഷൻ വിദ്യാലയത്തിൽ വിജയകരമായി സംഘടിപ്പിച്ചു. കുട്ടികൾ ദിവസേന കഠിനമായി പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പഠനത്തെ ആസ്വാദികരമാക്കുകയും ഓർമ്മശേഷി കാര്യക്ഷമമായി ഉപയോഗിക്കാനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഈ സെഷനിലൂടെ പരിചയപ്പെടുത്തിയത്.
ഈ പരിശീലന സെഷന് നേതൃത്വം നൽകിയത് അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്നുള്ള പ്രശസ്ത ട്രെയിനറും അവാർഡ് ജേതാവും പ്രൊഫഷണൽ മാന്ത്രികനുമായ ശ്രീ രാജമൂർത്തി ആയിരുന്നു. പഠിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടാൻ ഈ പരിപാടി സഹായകമായി. ഓർമ്മശേഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക പരിശീലനങ്ങൾ കുട്ടികൾ ഏറെ ഉത്സാഹത്തോടെ ഏറ്റെടുത്തു. സമഗ്രമായി നോക്കുമ്പോൾ മെമ്മറി ക്രാഫ്റ്റ് പഠനത്തോടുള്ള കുട്ടികളുടെ സമീപനത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം സൃഷ്ടിക്കുന്നതിലും അവരുടെ ആത്മവിശ്വാസവും പഠന താല്പര്യവും വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചു എന്ന് വിലയിരുത്താം. പേവിഷബാധ ബോധവൽക്കരണ ക്ലാസ്. വീട്ടിൽ വളർത്തുന്നതും തെരുവിലും നാട്ടിലുമായി കാണുന്നതുമായ ജീവികളിൽ നിന്നും കുട്ടികൾക്ക് പേവിഷബാധ ഏൽക്കാതിരിക്കാൻ എടുക്കേണ്ട കരുതലും കടിയേറ്റാൽ അതിന്റെ പ്രതിവിധികളും എന്ന വിഷയത്തിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലെ എഡ്യൂക്കേഷണൽ ഓഫീസറായ അശ്വനി എം ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. കേരളപ്പിറവി. മലയാളികളാകെ നാടിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയാണ് നവംബർ 1 കേരളപ്പിറവി ദിനം. 69ാമത് കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. കേരളപ്പിറവിയുടെ ചരിത്രവും പ്രാധാന്യവും വിവരിക്കുന്ന പ്രസംഗങ്ങളും ക്വിസ് മത്സരങ്ങളുമൊക്കെ നടത്തി കേരളപ്പിറവി ഗംഭീരമാക്കി. രാജ രവിവർമ്മ ആർട്ട് ഗാലറി. സംസ്ഥാന സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്കൂൾ രാജാ രവിവർമ്മ ആർട്ട് ഗാലറി തയ്യാറാക്കുന്നത്. 135 രാജാ രവിവർമ്മ ചിത്രങ്ങളാണ് ഒരേ വലിപ്പത്തിൽ ഫ്രെയിം ചെയ്ത് കുട്ടികൾക്ക് കാണാനായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 2 വർഷത്തെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ ആർട്ട് ഗാലറി ഒരുക്കാൻ കഴിഞ്ഞത്. രവിവർമ്മയ്ക്ക് മാത്രമല്ല, ലോകത്തെ 65 വിശ്വോത്തര ചിത്രകാരന്മാർക്കും കണ്ണശ സ്കൂളിലെ ആർട്ട് ഗാലറിയിൽ ഇടമൊരുക്കിയിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും അവർ രചിച്ച വിശ്വവിഖ്യാതമായ 2 ചിത്രങ്ങളും കൂടി ഈ ഗാലറിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാനും പരിചയപ്പെടാനുമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ കുടുംബാംഗം കിളിമാനൂർ കൊട്ടാരത്തിലെ രാമവർമ്മ തമ്പുരാൻ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ, ഭവൻസ് ജേർണലിസം കോളേജ് പ്രിൻസിപ്പൽ പ്രസാദ് നാരായണൻ, PTA പ്രസിഡന്റ് അനൂപ് VS, ഭാവഗീതം അനിൽ, ഹെഡ്മിസ്ട്രസ് റെൻസി സെബാസ്റ്റ്യൻ, ചിത്രരചന അധ്യാപിക ഗായത്രി എന്നിവർ സംസാരിച്ചു. ശിശുദിനം. ചാച്ചാജിയുടെ ജന്മദിനമായ ശിശുദിനം ഈ വർഷവും സ്കൂൾ സമുചിതമായി ആഘോഷിച്ചു. നഴ്സറി വിഭാഗത്തിലെ മുഴുവൻ കുട്ടികളും നെഹ്റു വേഷത്തിൽ സ്കൂളിലെത്തി ചാച്ചാജിയുടെ ഫോട്ടോയിൽ പുഷ്പങ്ങളർപ്പിച്ച് നമസ്കരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ചിത്രരചനാ മത്സരവും അന്നേ ദിവസം സംഘടിപ്പിച്ചു. സുശീൽ കിൻഡർ ഗാർഡൻ സ്പോർട്സ്. നമ്മുടെ സ്കൂളിൽ ഈ വർഷം ഏറ്റവും അധികം ആവേശത്തോടെ സുശീൽ കിൻഡർ ഗാർഡൻ സ്പോർട്സ് ദിനം വിജയകരമായി നടന്നു. കുട്ടികൾ ഏറെ ആവേശത്തോടെയും വാശിയോടെയും പങ്കെടുക്കുകയും മത്സരങ്ങൾക്ക് പ്രതീക്ഷകൾ ഉയർത്തുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷകരമായ അനുഭവമായിരുന്നു ഈ മത്സരങ്ങൾ. പഠനയാത്ര. 10ാം ക്ലാസ്സിലെ ഈ വർഷത്തെ പഠനയാത്രയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ തേക്കടി, മൂന്നാർ, കൊച്ചി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. 32 പെൺകുട്ടികളും 64 ആൺകുട്ടികളും 5 അധ്യാപകരും അടങ്ങുന്ന സംഘം നവംബർ 27-ാം തീയതി വൈകിട്ട് സ്കൂളിൽ നിന്നും യാത്ര തിരിച്ച് 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നവംബർ 30-ാം തീയതി രാവിലെ സ്കൂളിൽ തിരികെ എത്തി. സോഷ്യൽ സയൻസ് ക്ലബ് പഠനയാത്ര. ചരിത്രപരവും സാംസ്കാരികവുമായ അറിവുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 6-ാം തീയതി ഒരു പഠനയാത്ര സംഘടിപ്പിച്ചു. കളിയിക്കാവിള ചരിത്രമാളിക കേരളത്തിന്റെ ചരിത്രവും സാംസ്കാരികമായ പൈതൃകവും സംബന്ധിച്ച അറിവുകൾ കുട്ടികൾക്ക് ഇവിടുന്ന് ലഭിച്ചു. ബാലരാമപുരം കൈത്തറി കേന്ദ്രം, കൈത്തറി മേഖലയുടെ പ്രാധാന്യവും അവയുടെ നിർമ്മാണ രീതികളും നേരിട്ട് കാണുവാനുള്ള അവസരം കുട്ടികൾക്ക് ലഭിച്ചു. അതുകഴിഞ്ഞ് അരുവിപ്പുറം സന്ദർശിച്ച് ഗുരുദേവൻ മനുഷ്യരാശിക്ക് നൽകിയ മതപരമായ തിരിച്ചറിവുകൾ, സാമൂഹിക നവോത്ഥാന ചരിത്രത്തിന്റെ പശ്ചാത്തലം എന്നിവ കുട്ടികൾ മനസ്സിലാക്കി. എല്ലാ സന്ദർശനങ്ങളും പൂർത്തിയാക്കി സംഘം 3:30-ന് സുരക്ഷിതമായി സ്കൂളിൽ തിരിച്ചെത്തി. വൈദ്യുതോപകരണ ബോധവൽക്കരണ ക്ലാസ്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലാഭകരമായി വൈദ്യുതി എങ്ങനെ ഉപയോഗിക്കാം,
കുട്ടികളുടെ വൈദ്യുതിയുടെ ഉപയോഗം രക്ഷകർത്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം? അപകടരഹിതമായി വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതെങ്ങനെ? അപകടം ഉണ്ടാകാവുന്ന സാധ്യതകളും അത് ഒഴിവാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും. ഇത്തരം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്കായി നടന്നു. കുട്ടികൾ അവരുടെ സംശയങ്ങൾ കൃത്യമായി ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കി. ക്ലാസ് എടുക്കാനായി KSEB കാട്ടാക്കട ഡിവിഷൻ AE ശ്രീ ആന്റണി, ഓവർസിയർ ഷെഹിനാജ് എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. അപകട സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷ. ഏതൊരു അപകട ഘട്ടത്തിൽ നിന്നും സുരക്ഷിതമായി രക്ഷ നേടാൻ സമയോചിതമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കാട്ടാക്കട മേഖല ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നു. അഗ്നിബാധ ഉണ്ടാകുമ്പോൾ എങ്ങനെ കെടുത്താം, ഫയർ എക്സ്റ്റിങ്ക്വിഷൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം വിശദമാക്കി. നമ്മുടെ കുട്ടികളെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. ആഹാരം കഴിക്കുമ്പോൾ അന്നനാളത്തിൽ ആഹാരം കുടുങ്ങിയാൽ അതുമൂലം ഉണ്ടായ ശ്വാസതടസ്സത്തിൽ നിന്നും എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ശ്വാസതടസ്സം ഉണ്ടായി ബോധരഹിതയായ ഒരാൾക്ക് എങ്ങനെ CPR നൽകാൻ കഴിയും? CPR കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇത്തരത്തിൽ ഒരു അപകട സ്ഥലത്ത് പെട്ടാൽ കുട്ടികൾ മാതൃകാപരമായി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വിശദീകരിക്കുന്ന വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് നൽകിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീ അജിത്, ശ്രീമതി ആമിന എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഹോംഗാർഡായ ശ്രീ പ്രേംകുമാർ സന്നിഹിതനായിരുന്നു. ദന്തബോധവൽക്കരണ ക്ലാസ്. ദന്തശുചീകരണത്തിൽ അഥവാ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ലളിതവും വിജ്ഞാനപ്രദവുമായ ഒരു ബോധവൽക്കരണം കുട്ടികൾക്കായി സ്കൂൾ സംഘടിപ്പിച്ചു. ഡോക്ടർ ലക്ഷ്മി MS നേതൃത്വം വഹിച്ച ക്ലാസ് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. കോൾഗേറ്റ് കമ്പനി കുട്ടികൾക്ക് ഓരോ ബ്രഷും പേസ്റ്റും സമ്മാനമായി നൽകി. ആർത്തവ ബോധവൽക്കരണ ക്ലാസ്. മലയങ്കിഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഞ്ജലി NUവിൻ്റെ നേതൃത്വത്തിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ക്ലാസ് നടത്തിയത്. ആർത്തവാരംഭ ലക്ഷണങ്ങൾ, പ്രസ്തുത ദിനങ്ങളിൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ശുചിത്വപരമായ ആരോഗ്യ സംരക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കുട്ടികളുടെ മുഴുവൻ സംശയങ്ങൾക്കും ശാസ്ത്രീയമായ മറുപടി ഡോക്ടർ നൽകുകയുണ്ടായി. കണ്ണശ മിഷൻ ഹൈസ്കൂൾ ഹരിത വിദ്യാലയ പദവിയിൽ. പരിസ്ഥിതി പരിപാലനത്തിൻ്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകുവാനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷാ സംരക്ഷണം, ജൈവ വൈവിധ്യ ഊർജ്ജ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയം എന്ന പദവി നമ്മുടെ സ്കൂളിന് ലഭിച്ചു. കരിയർ ഗൈഡൻസ്. വിദ്യാർത്ഥികളുടെ ഭാവി വിദ്യാഭ്യാസവും തൊഴിൽ ലക്ഷ്യങ്ങളും വ്യക്തതയോടെ രൂപപ്പെടുത്തുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിൽ ഒരു കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത കരിയർ ഗൈഡൻസ് വിദഗ്ധനായ ശ്രീ ജോൺസൺ കരൂർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. തൊഴിൽ മേഖലകളിലെ പുതിയ സാധ്യതകൾ, മാറി വരുന്ന തൊഴിൽ പ്രവണതകൾ, വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു. സ്വന്തം താല്പര്യങ്ങളും കഴിവുകളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കരിയർ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മാർക്കുകൾ മാത്രം കരിയർ നിർണയത്തിൻ്റെ മാനദണ്ഡമല്ലെന്നും ആത്മവിശ്വാസം, കഠിനാധ്വാനം, സ്ഥിരത എന്നിവയാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്നും അദ്ദേഹം വ്യക്തമാക്കി. +2 കഴിഞ്ഞുള്ള വിവിധ പഠന മാർഗങ്ങൾ, പ്രൊഫഷണൽ കോഴ്സുകൾ, സ്കിൽ അധിഷ്ഠിത പഠനം, സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു. ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്തുമസ് ദിനത്തിൽ എല്ലാ കുട്ടികളും ക്രിസ്തുമസ് പാപ്പയുടെ തൊപ്പി ധരിച്ച് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് സ്കൂളിലെത്തിയത്. വിശിഷ്ട അതിഥിയായി എത്തിയ ഫാദർ ജോസഫ് ചാക്കോ ക്രിസ്തു മനുഷ്യരാശിക്ക് വേണ്ടി അനുഭവിച്ച പീഡനവും ജീവിത സന്ദേശവും കുട്ടികൾക്ക് പകർന്നു നൽകി. അന്നേ ദിവസം സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും കേക്ക് വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രവർത്തനം. സയൻസ്, സോഷ്യൽ സയൻസ്, IT, മാത്തമാറ്റിക്സ്, ലിറ്റററി, ഗാന്ധി ദർശൻ ക്ലബ്ബുകളുടെ പ്രവർത്തനം ഈ അധ്യയന വർഷത്തിലും വളരെ മികവാർന്ന രീതിയിൽ നടന്നു വരുന്നു. LP, UP, HS വിഭാഗങ്ങളിലെ മുഴുവൻ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി എല്ലാ മാസത്തിലും ക്ലബ്ബ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും അതത് മേഖലകളിൽ കുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച പരിശീലനം നൽകി വരുന്നു.
എക്കോ നാച്ചർ ക്ലബ്ബ്. എക്കോ നാച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ 61 ഇനം ഔഷധ ഇലക്കറിത്തോട്ടം എന്ന പേരിൽ ഭക്ഷ്യയോഗ്യമായ ഇലവർഗ്ഗങ്ങളുടെ ഒരു ശേഖരം കുട്ടികളുടെ നേതൃത്വത്തിൽ നട്ടുവളർത്തി പരിപാലിക്കുന്നു. ഇലവർഗ്ഗങ്ങളുടെ പോഷകമൂല്യം, ഔഷധമൂല്യം എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്ന രീതിയിൽ പരിപാലിച്ചു പോരുന്നു. കൂടാതെ അഗസ്ത്യഹൃദയം എന്ന പേരിൽ 160 അപൂർവ ഔഷധ സസ്യങ്ങളുടെ ഒരു തോട്ടവും കുട്ടികളുടെയും അധ്യാപകരുടെ നേതൃത്വത്തിൽ സംരക്ഷിച്ചു വരുന്നു. 100-ൽ പരം ഔഷധ സസ്യങ്ങളുടെ പേരും ഔഷധമൂല്യവും ഏത് രോഗത്തിന് ഔഷധമാകുന്നു എന്നതും വിശദീകരിച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 56 ഇനം കള്ളിച്ചെടികൾ കുട്ടികളുടെ നേതൃത്വത്തിൽ നട്ടുവളർത്തുന്നു. ഓർമ്മക്കൂട് സോഷ്യൽ സയൻസ് മ്യൂസിയം. ചരിത്രത്തിൽ നിന്നും പടുത്തുയർത്തുന്നവരാകണം കണ്ണശ്ശയിലെ ഊർജം ഉൾക്കൊണ്ട ഭാവിയിലെ കുട്ടികൾ. അതിനായി പാഠപുസ്തകത്തിനപ്പുറമുള്ള ഈ നാടിൻ്റെ ചരിത്രവും സംസ്കൃതിയും കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിലേക്കായി സ്കൂളിൽ ഓർമ്മക്കൂട് എന്ന പേരിൽ പൗരാണിക, സൈനിക, ഗാർഹിക, കാർഷിക വസ്തുക്കളുടെ വിപുലമായ ശേഖരം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 100 രാജ്യങ്ങളുടെ നാണയങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ നാണയശേഖരം സ്കൂളിൽ ഉണ്ട്. തിരുവിതാംകൂറിൻ്റെ പൗരാണിക നാണയം ഓരോന്ന് വീതം മുഴുവൻ ഡിനോമിനേഷനും ഇവിടെ സൂക്ഷിക്കുന്നു. ചരിത്രം സംസാരിക്കുന്ന സ്റ്റാമ്പ് മ്യൂസിയം. 9000-ലേറെ അപൂർവവും പൗരാണികവുമായ തപാൽ സ്റ്റാമ്പുകളുടെ ശേഖരവുമായി നമ്മുടെ വിദ്യാലയത്തിൽ സ്റ്റാമ്പ് മ്യൂസിയം ഒരുങ്ങുന്നു. ഇന്ത്യയിലെയും 79ഓളം വിദേശ രാജ്യങ്ങളിലെയും സ്റ്റാമ്പുകൾക്കൊപ്പം തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളും മ്യൂസിയത്തിൽ പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റാമ്പും പുറത്തിറങ്ങിയ വർഷം, അതിന്റെ മൂല്യം എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗരാണിക റവന്യൂ സ്റ്റാമ്പുകൾ, ഡോക്യുമെന്റ് പേപ്പർ എന്നിവ കൂടി ഇവിടെ പ്രദർശനത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റാമ്പ് ശേഖരണത്തിലൂടെ ചരിത്രം, സംസ്കാരം, ഭരണ സംവിധാനം എന്നിവയെക്കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ വളർത്തുക എന്നതാണ് ഈ സ്റ്റാമ്പ് മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കുട്ടികളെ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വിദ്യാലയ പരിസരത്തും കുട്ടികളുടെ ഇടയിലും ഇത്തരം പ്രവണതകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുകയും ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ലക്ഷ്യം. സുരക്ഷിതവും ആരോഗ്യകരവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഈ സംഘം പ്രധാന പങ്ക് വഹിക്കുന്നു. നന്മ. പഠന മേഖലയിലെ മികവിനു ശേഷം ഈ സ്കൂളിനെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാന പദ്ധതിയാണ് നന്മ പദ്ധതി. കഴിഞ്ഞ 8 വർഷമായി ഒറ്റ-രൂപ നാണയത്തുട്ടുകൾ കൊണ്ട് കണ്ണശ്ശയിലെ കുട്ടികൾ ചെയ്ത സത്പ്രവൃത്തികൾ ആരെയും അത്ഭുതപ്പെടുത്തും. അതിന്ന് സമൂഹത്തിനാകെ മാതൃകയുമാണ്. ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഉറ്റവർ ഉപേക്ഷിച്ചതോടെ തനിച്ചായവർ, ദാരിദ്ര്യത്തിന്റെ പിടിയിൽ അമർന്നവർ, രോഗികൾ തുടങ്ങി 15 അഗതികൾക്ക് പ്രതിമാസം 1000 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നു ഇവിടുത്തെ കുട്ടികൾ. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന നന്മയുടെ പൂമരങ്ങളെയാണ് കണ്ണശ്ശ നട്ടുനനച്ചു വളർത്തുന്നത്. 1585 വിദ്യാർത്ഥികളാണ് സ്കൂളിലെ നന്മ പദ്ധതിയുടെ പിന്നിലുള്ളത്. മറ്റുള്ളവരുടെ സങ്കടം തൻ്റേത് കൂടിയെന്ന് കരുതുന്ന പുത്തൻ തലമുറയെ സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2920 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ നന്മമരം അശരണർക്ക് തണലായി, കരുതലായി 15 മനുഷ്യർക്ക് സാന്ത്വന സ്പർശമാകുന്നു. ഒപ്പം 2 വയോജന കേന്ദ്രത്തിന് പ്രതിമാസ പെൻഷൻ പദ്ധതി, വിളപ്പിൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറി ശീതീകരിക്കുന്നതിനായി 50,000 രൂപ, കൂടാതെ അവിടുത്തെ പാത്തോളജി പരിശോധനയ്ക്ക് കെമിക്കൽസ് വാങ്ങുന്നതിനാവശ്യമായ 50,000 രൂപ, മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കെമിക്കൽ വാങ്ങുന്നതിലേക്കായി 2 ലക്ഷം രൂപ എന്നിവ വിദ്യാർത്ഥികളുടെ ഈ നന്മ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. കൂടാതെ മലപ്പുറം ജില്ല പ്രളയബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 പ്രാവശ്യമായി 1,50,000 രൂപയും, വയനാട് ദുരന്ത ബാധിതർക്ക് 1 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങളും പഠനോപകരണങ്ങളും നൽകി. കരുതൽ ഇൻഷുറൻസ് പദ്ധതി. കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ മാത്രമല്ല, അവരുടെ സുരക്ഷിതമായ ജീവിതത്തെക്കുറിച്ചും കണ്ണശ്ശ സ്കൂളിന് ചിന്തയുണ്ട്. രക്ഷിതാക്കളുടെ ആരോഗ്യമാണ് കുട്ടികളുടെ ഭാവിയെ കരുത്തുറ്റതാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ICICI ലംബാർഡുമായി ചേർന്നുള്ള ഇൻഷുറൻസ് പദ്ധതി സ്കൂൾ നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും
കരുതലിൻ്റെ കരുത്താണ് ഇത് നൽകുന്നത്. ഒരു അപകടമുണ്ടായാൽ പണമില്ലാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടരുത് എന്ന മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണമാണ് കണ്ണശ മിഷൻ ഹൈസ്കൂളിന്റെ കരുതൽ എന്ന വലിയ പദ്ധതി. സ്കൂളിലെ 1586 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഉൾക്കൊള്ളിച്ച് തികച്ചും സൗജന്യമായി ആവിഷ്കരിച്ച ഇൻഷുറൻസ് പദ്ധതിയാണിത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ സ്വകാര്യ ആശുപത്രികളിലും 25,000 രൂപ അപകട ക്യാഷ്ലെസ് ചികിത്സാ സഹായവും ഗുരുതര അപകടഘട്ടത്തിൽ രക്ഷിതാവിനും കുട്ടിക്കും 1,00,000 രൂപയുടെ ധനസഹായവും നൽകുന്ന രീതിയിലാണ് ഇൻഷുറൻസ് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. പ്രീമിയം തുക പൂർണ്ണമായും മാനേജ്മെന്റാണ് അടയ്ക്കുന്നത്. 2 വാഹന അപകടങ്ങളിലായി അച്ഛനെ നഷ്ടമായ 2 വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1,00,000 രൂപ ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ലഭിച്ചു. കണ്ണശ റേഡിയോ ഇതിനോടകം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഹൃദയം കവർന്ന ഉല്ലാസോപാധിയാണ് സ്കൂളിലെ കണ്ണശ റേഡിയോ. എല്ലാ പ്രവൃത്തി ദിവസവും ഉച്ചയൂണ് സമയത്ത് 45 മിനിറ്റ് നീളുന്ന പ്രക്ഷേപണം വാർത്തയും കഥയും കവിതയും ഗാനങ്ങളുമായി കുട്ടികൾ തങ്ങളുടെ പ്രതിഭ തെളിയിക്കുന്ന ഇടമാണ് കണ്ണശ റേഡിയോ. റേഡിയോയിലെ പരിപാടികളുടെ അവതാരകരും ഓപ്പറേറ്ററുമെല്ലാം കുട്ടികൾ തന്നെ. കണ്ണശ റേഡിയോയുടെ ഉദ്ഘാടകൻ ആകാശവാണി വാർത്തകൾ വായിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്ന എം രാമചന്ദ്രൻ സാറിന് കണ്ണശ റേഡിയോ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. വോയിസ് ഓഫ് കണ്ണശ. 2023 സ്കൂളിൽ കുട്ടികളുടെ ഗാനമേള സംഘം ആരംഭിച്ചത്. സ്കൂളിലെ ഏറ്റവും മികച്ച ഗായകരെ ഉൾക്കൊള്ളിച്ച് രൂപീകരിച്ച ഈ ഗായകർ സംഘം നാട്ടിലെ ക്ഷേത്രോത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളുകൾക്കും സാംസ്കാരിക പരിപാടികൾക്കും മിഴിവേകുന്ന പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. ആരാധനാലയങ്ങളിലെ ഉത്സവ പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ എന്നീ വേദികളിൽ കുട്ടികൾക്ക് അവസരം നൽകി നാട്ടുകാർ അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകി വരുന്നു. വിജ്ഞാനം പകരുന്ന ചുവരുകൾ. സ്കൂളിൻ്റെ എല്ലാ ചുവരുകളും കുട്ടികൾക്ക് അറിവ് പകരുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അവർക്ക് പഠിക്കാനുള്ള ശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും ഗണിതശാസ്ത്രവുമെല്ലാം ചിത്രരൂപത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ജനനം മുതൽ മരണം വരെയുള്ള പ്രധാന സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ച് വിശദീകരണങ്ങളോടെയുള്ള ഒരു സ്ഥിരം ചിത്ര പ്രദർശനം നമ്മളിരിക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ. കേട്ടറിവിനേക്കാൾ പ്രധാനമാണ് കണ്ടറിവെന്ന തിരിച്ചറിവാണ് കണ്ണശയിലെ ക്ലാസ് മുറികളെ ഡിജിറ്റലാക്കിയത്. സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ ക്ലാസ് മുറികൾ എന്ന ആശയം നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണശയിൽ ഇത് നടപ്പിലാക്കി. അധ്യാപകർ പാഠ്യസംബന്ധമായി വിശദീകരിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണാനാകണം. സ്കൂളിലെ അധ്യാപകർ തന്നെ വീഡിയോ തയ്യാറാക്കി എല്ലാ ക്ലാസ് റൂമിലും സ്ഥാപിച്ചിട്ടുള്ള 45 ഇഞ്ച് LED ടിവികൾ ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റൽ ക്ലാസ് റൂം സംവിധാനം. ഇത് കണ്ണശയുടെ മാത്രം വൻ വിജയമാണ്. അധ്യാപകർ സ്വന്തമായി ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന വീഡിയോകൾ അധ്യാപകർ തന്നെ ഡബ് ചെയ്ത് ഓരോ ക്ലാസ്സിലേക്കും പാഠത്തിനാവശ്യമായവ മാത്രം ക്രമീകരിച്ച് തയ്യാറാക്കി ഹ്രസ്വ ചിത്രങ്ങളായി ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. ഇതിനായി സ്കൂളിൽ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. NCC ആൻഡ് ജൂനിയർ റെഡ് ക്രോസ്. 3 കേരള ബറ്റാലിയൻ NCCയുടെ ആദ്യ ബാച്ച് 2021 നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചിരുന്നു. ഈ അധ്യയന വർഷത്തെ പുതിയ NCC ബാച്ചിന്റെ ഫസ്റ്റ് സല്യൂട്ട് സെറമണി ജനുവരി 12 രാവിലെ 9:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പരേഡ് പഠനം പൂർത്തിയാക്കി കേഡറ്റുകളുടെ ആദ്യ സല്യൂട്ട് സ്വീകരിക്കാനായി സ്പെഷ്യൽ ആർമഡ് പോലീസ് ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ ഷമീർ ഖാൻ വൈ അതിഥിയായി എത്തിച്ചേർന്നു. NCC പതാക ഉയർത്തി ചടങ്ങുകൾ ആരംഭിച്ചു. കുട്ടികളുടെ പരേഡും തുടർന്ന് അവർ നൽകിയ ആദ്യ സല്യൂട്ടും മുഖ്യാതിഥി സ്വീകരിച്ച് മറുപടി സല്യൂട്ടും നൽകി. NCC ക്യാമ്പിന് പങ്കെടുത്ത് കോഴ്സ് പൂർത്തിയാക്കി A സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ മികച്ച വിജയവും കരസ്ഥമാക്കിയ 2024-25 ബാച്ചിലെ 50 കേഡറ്റുകൾക്ക് മുഖ്യാതിഥി A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നൽകി അഭിനന്ദിച്ചു. തുടർന്ന് സ്കൂൾ കേഡറ്റുകളും മാനേജരും ചേർന്ന് അദ്ദേഹത്തെ മൊമെന്റോ നൽകി ആദരിച്ചു. 3 കേരള ബറ്റാലിയൻ NCCയുടെ ഈ വർഷത്തെ A സർട്ടിഫിക്കറ്റ് പരീക്ഷാ സെന്ററും നമ്മുടെ സ്കൂൾ തന്നെയായിരുന്നു. റെഡ് ക്രോസ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ജൂനിയർ റെഡ് ക്രോസിന്റെ യൂണിറ്റ് നല്ല രീതിയിൽ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ജൂനിയർ റെഡ് ക്രോസിന്റെ ABC ലെവൽ പരീക്ഷകൾ ഇതിനോടകം നമ്മുടെ കുട്ടികൾ പൂർത്തിയാക്കി. കുട്ടികൾക്കിടയിൽ സമഭാവനയും സത്ചിന്തകളും രാജ്യസ്നേഹവും വളർത്തുന്നതിനും
ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്നതിനും നമ്മുടെ സ്കൂളിലെ റെഡ് ക്രോസ് കേഡറ്റുകൾക്ക് കഴിയുന്നുണ്ട്. സ്കോളർഷിപ്പ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവിധ സാമ്പത്തിക സഹായങ്ങൾ, 9-10 ക്ലാസുകൾ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് തുടങ്ങിയവ അതത് സമയത്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി തുക കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതിന് സ്കൂളിന് സാധിച്ചു. LSS USS. 4ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികളുടെ പഠന നേട്ടങ്ങൾ പ്രകടിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഏറ്റവും പ്രധാന പൊതുപരീക്ഷയാണ് LSS USS. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും ഈ പരീക്ഷ എഴുതിയ 11 വിദ്യാർത്ഥികൾക്ക് LSS സ്കോളർഷിപ്പും 27 വിദ്യാർത്ഥികൾക്ക് USS സ്കോളർഷിപ്പും ലഭിച്ചു. അതിൽ ഒരു കുട്ടി ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഗ്രൂപ്പിൽ ഇടം നേടി. LSS പരീക്ഷ എഴുതിയ അഭിനവ് കാട്ടാക്കട സബ് ജില്ലയിലെ ആദ്യ 10 റാങ്കിൽ 2ാം റാങ്ക് കരസ്ഥമാക്കി ലിറ്റിൽ മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാട്ടാക്കട സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോളർഷിപ്പ് നേടിയതും നമ്മുടെ സ്കൂളാണെന്നത് അഭിമാനപൂർവ്വം അറിയിക്കുന്നു. SSLC പരീക്ഷാഫലം. ഒരു വിദ്യാലയത്തിന് സമൂഹത്തിൽ അംഗീകാരം നേടിക്കൊടുക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് SSLC വിജയശതമാനം. 2024-25 അധ്യയന വർഷത്തിലും ഈ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും ഉയർന്ന മാർക്ക് നേടി 100% വിജയം കൈവരിച്ചു. പരീക്ഷ എഴുതിയ 139 കുട്ടികളിൽ 45 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി സ്കൂളിന്റെ അഭിമാന താരങ്ങളായി. 29 പേർക്ക് 9 A+, 16 പേർക്ക് 8 A+ എന്ന നിലയിലും ഗ്രേഡുകൾ നേടാൻ കഴിഞ്ഞു. പഠനത്തിൽ ഏറ്റവും പിന്നാക്കം നിന്ന കുട്ടിക്ക് പോലും 75% മാർക്ക് നേടാനായി. വിജയികളെ അനുമോദിക്കുന്നതിനായി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. 2025 SSLC ബാച്ച്. 2024-25 അധ്യയന വർഷം 134 കുട്ടികൾ SSLC പരീക്ഷ എഴുതുവാൻ തയ്യാറെടുക്കുന്നു. വെക്കേഷൻ കാലത്ത് സ്പെഷ്യൽ കോച്ചിങ്, ലെസൺ ബൈ ലെസൺ ഇവാലുവേഷൻ, മന്ത്ലി അസസ്മെന്റ്, ടെർമിനൽ, പ്രീ മോഡൽ, മോഡൽ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നിവയിലൂടെ കുട്ടികളെ വാർഷിക പരീക്ഷയ്ക്ക് സജ്ജരാക്കിയിരിക്കുകയാണ്. എല്ലാ സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിലും വൈകുന്നേരം ഓരോ മണിക്കൂർ കുട്ടികൾക്ക് അധിക ക്ലാസ് നൽകി വരുന്നു. നന്മ ക്ഷേമ പെൻഷൻ, നക്ഷത്രവനം, അപൂർവ വൃക്ഷശേഖരം, ഔഷധ സസ്യ ശേഖരം, പ്രതിദിന കണ്ണശ റേഡിയോ, വോയിസ് ഓഫ് കണ്ണശ ഗാനമേള, പൈതൃക ഇലക്കരത്തോട്ടം, ഗാർഹിക കാർഷിക മ്യൂസിയം, വിജ്ഞാനം പകരുന്ന ചുവരുകൾ എന്നീ നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടപ്പിലാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഈ വിദ്യാലയത്തിൽ ഇതുവരെയുള്ള പുരോഗതിക്ക് രക്ഷിതാക്കളും നാട്ടുകാരും നൽകിയ സഹകരണത്തെയും സഹായത്തെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ വിദ്യാലയത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു മാതൃകാ വിദ്യാലയമാക്കി മാറ്റാനുള്ള ഞങ്ങളുടെ പരിശ്രമത്തിന് സഹായമായി പ്രവർത്തിക്കാൻ ഇനിയും രക്ഷകർത്താക്കളും നാട്ടുകാരും ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ പ്രാർത്ഥനാപൂർവം റിപ്പോർട്ട് പൊതുയോഗ സമക്ഷം സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.